നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊച്ചിയിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ യുവതിയുടെ മൊഴി പുറത്ത്. കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ച്. കൊലപാതക ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നും മൊഴി. യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ്. അതീവ ജാഗ്രതാ നിർദ്ദേശം. നാളെ രാത്രി 11:30 വരെ റെഡ് അലർട്ട്. 1.5 മീറ്റർ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യത. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷം. ലോഡ് ഷെഡിംഗ് വേണമെന്ന് ആവർത്തിച്ച് KSEB. മേഖലകൾ തിരിച്ച് വൈദ്യുതി നിയന്ത്രണം തുടങ്ങി. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ ഉപയോഗം കുറയ്ക്കാൻ നടപടി. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുന്നു. പാലക്കാടും കോഴിക്കോടും യെല്ലോ അലർട്ട്. KPCC നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം മുഖ്യ അജണ്ട. നേതാക്കൾക്കൊപ്പം സ്ഥാനാർത്ഥികളും പങ്കെടുക്കും. ജസ്ന തിരോധാന കേസ് ഇന്ന് CJM കോടതി പരിഗണിക്കും. കേസ് ഡയറി ഹാജരാക്കാൻ CBIക്ക് നിർദ്ദേശം. സുപ്രധാന തെളിവുകൾ CBI വിട്ടുകളഞ്ഞെന്ന് ജസ്നയുടെ പിതാവിന്റെ പരാതി. രോഹിത് വെമുല കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. നടപടി പ്രതിഷേധത്തെ തുടർന്ന്. കേസ് അവസാനിപ്പിച്ചതിനെതിരെ വീണ്ടും രോഹിത്തിന്റെ കുടുംബം. ഹാസൻ MP പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും പരാതി. പ്രജ്വൽ ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിനിരയാക്കിയെന്ന് JDS പ്രാദേശിക നേതാവ്. ദൃശ്യങ്ങൾ പകർത്തിയെന്നും ആരോപണം. വിശദമായ വാർത്തയിലേക്ക്. എറണാകുളം പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചെന്ന യുവതിയുടെ മൊഴി. കുഞ്ഞ് കരഞ്ഞാൽ പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ഇടുകയായിരുന്നു. പേടിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞെന്നും യുവതി മൊഴി നൽകി. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഈ കുട്ടിയുടെ മൊഴി പുറത്തു വരുമ്പോൾ, യുവതിയുടെ മൊഴി പുറത്തു വരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. പോലീസ് പറയുന്നതനുസരിച്ച് ഇത് അതിജീവിത തന്നെയാണ് ഈ കുട്ടി എന്ന രീതിയിൽ തന്നെയാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്താണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അശ്വതി, യുവതിയുടെ മൊഴി പുറത്തു വരുന്ന അവർ ചെയ്ത കൃത്യങ്ങൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു പരിഭ്രാന്തിയിലാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവർ പറയുമ്പോൾ പോലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മനസാക്ഷി ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയിരിക്കുന്നത്. യുവതി പുലർച്ചെയോടുകൂടി 5 മണിയോടുകൂടിയാണ് ആ പ്രസവം ഉണ്ടാകുന്നത്. ഇതിനുശേഷം 8 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ ശ്വാസം മുട്ടിക്കുന്നു. ഒപ്പം തന്നെ പുറത്തേക്ക് ഈ കരച്ചിൽ വരാതിരിക്കാൻ വായിൽ തുണി തിരികിയതായി അവർ പറയുന്നു. അതിനുശേഷം ഈ കുഞ്ഞിനെ അവർ പുറത്ത് കയ്യിൽ കിട്ടിയ കവറ് അതിനകത്തേക്ക് ആക്കിക്കൊണ്ട് പുറത്തേക്ക് എറിയുന്നു എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പലതവണ ഗർഭം അലസിപ്പിക്കുന്നത് സംബന്ധിച്ച ഇവർ ആലോചിച്ചിട്ടുള്ളതായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഈ സമൂഹ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇതിൽ പരതി നോക്കിയതായിട്ട് അവർ പറയുന്നു. ഒപ്പം ഈ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അതിന് പൊക്കിൾ കൊടി വേർപ്പെടുത്തുന്ന എങ്ങനെ എന്നതെല്ലാം സംബന്ധിച്ച് ഇവർ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർ ഈ ഇൻ്റർനെറ്റിലും മറ്റും നോക്കിയിട്ടുണ്ട്. അതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നടത്തി അവർ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നതെന്ന് പറയുന്നു. പെട്ടെന്ന് അമ്മ കതകിൽ മുട്ടുമ്പോൾ പരിഭ്രാന്തി കലർന്നപ്പോഴാണ് പെട്ടെന്ന് ഇതെല്ലാം തന്നെ സംഭവിച്ചത് എന്നാണ്, കുഞ്ഞിനെ ഇല്ലാതാക്കി പുറത്തേക്ക് എറിഞ്ഞത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവരുടെ മൊഴി പ്രകാരം തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒപ്പം തന്നെയും വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പോലീസ് എത്തി അന്വേഷണം നടത്തുമ്പോൾ പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തുകയും എല്ലാ ഫ്ളാറ്റുകളിലും പോലീസ് ഇന്നലെ അതിനകത്തുള്ള ആ കെട്ടിടത്തിലെ എല്ലാ മുറികളിലേക്കും പോലീസ് പരിശോധന എത്തിയിരുന്നു.
ആ സമയത്താണ് ഇവരുടെ വീട്ടിലേക്കും എത്തുന്നത്. പക്ഷെ അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന രീതിയിൽ തന്നെ പോലീസ് അവിടെ നിന്ന് മടങ്ങുന്നു. പക്ഷേ ഈ പെൺകുട്ടി മാത്രം ഇത്രയും ഒരു സംഭവം നടന്നിട്ടും അവർ അതിനോടൊന്നും പ്രതികരിക്കാതെ മാറിയിരിക്കുന്നത് കണ്ട ഒരു സംശയത്തിലേക്കാണ് പിന്നീട് പോലീസ് അവിടെ കേന്ദ്രീകരിച്ച് തന്നെ ഒരു അന്വേഷണം കാര്യമാക്കാൻ തന്നെ തീരുമാനിക്കുകയും മുറിക്കകത്തും എല്ലാം തന്നെ പരിശോധന നടത്തുകയും ചെയ്യുന്നു. യുവതിയുടെ മുറി അടക്കം തുറക്കുകയും ബാത്റൂം അടക്കം പരിശോധിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ബ്ലഡ് സ്റ്റെയിൻസും കണ്ടെത്തുന്നത്. തുടർന്ന് അപ്പോൾ മാത്രമാണ് വീട്ടുകാർ അറിഞ്ഞത്, കുട്ടിയുടെ മാതാപിതാക്കൾ അറിഞ്ഞത് എന്നാണ് പറയുന്നത്. വലിയ കരച്ചിലോടെ അവർ ഈ ഇത്തരം കാര്യങ്ങൾ അവർ അറിയുകയായിരുന്നു എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന ഇപ്പോഴുള്ള ഒരു വിവരങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കുറച്ചുകൂടി ഒരു സ്ഥിരീകരണം മറ്റു പല കാര്യങ്ങളിലുമുണ്ട്. പ്രത്യേകിച്ച് അതിജീവിത എന്ന് പോലീസ് പറയുന്നു. ഇക്കാര്യത്തിൽ പെൺകുട്ടിയെ നിർബന്ധിച്ച ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയായിരുന്നു, പിന്നീടാണ് ഇത് സംഭവിക്കുന്നതെന്നെല്ലാം പറയുന്നു. അപ്പോൾ പെൺകുട്ടി നൽകിയിരിക്കുന്ന അത്തരം വിവരങ്ങൾ കൂടി പോലീസ് കുറച്ചുകൂടി പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായി നമുക്കറിയാവുന്നത് ഇവർ പറയുന്ന ഒരു യുവാവിനെ സോഷ്യൽ മീഡിയ വഴി, ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവുമായുള്ളൊരു ബന്ധമാണ് ഈ രീതിയിലേക്ക് വന്നതെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ഇവരുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇവർ പറയുന്ന രീതിയിലാണോ കാര്യങ്ങൾ, ഒരു അതിജീവിത എന്ന ലേബലിലേക്ക് അവർ പറയുന്ന കാര്യങ്ങളാണോ കൃത്യം എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ പ്രാഥമികമായി യുവാവിൽ നിന്ന് വിവരം എടുത്തതായാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. തനിക്ക് ഈ കൃത്യത്തിലൊന്നും പങ്കില്ല, കുഞ്ഞിനെ ഇല്ലാതാക്കിയതിലൊന്നും തനിക്ക് പങ്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കേസിൽ നിലവിൽ ഇപ്പോഴുള്ളത് ഇവർ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. അവർക്ക് വൈദ്യസഹായം മറ്റും ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം ചികിത്സയെല്ലാം തന്നെ പോലീസ് ഉറപ്പാക്കിയിട്ടുണ്ട്. പോലീസ് നിരീക്ഷണത്തിലും കാവലും തന്നെയാണ്. ഇവർ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് റിമാൻഡ് അടക്കമുള്ള നടപടികൾ വരേണ്ടതുണ്ട്. കാരണം 24 മണിക്കൂറാണ് ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനുള്ളൊരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താൽ മാത്രമാണ് ആശുപത്രിയിൽ നിന്ന് വിടുതൽ നൽകുക എന്നിട്ട് കോടതിയിൽ ഹാജരാക്കാനായിട്ട് സാധിക്കുക. പക്ഷേ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത കുറവാണ്. നിലവിൽ അവരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഒരു പക്ഷേ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയായിരിക്കും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുക. പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. കുറച്ചുകൂടി കാര്യങ്ങൾ ഇവരിൽ നിന്ന് വിശദാംശങ്ങളടക്കം ലഭ്യമാക്കാണ്ട്. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, ഡാനി പോളാണ് വിശദ വിവരങ്ങൾ നൽകിയത്. കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരദേശങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. റെഡ് അലർട്ട് തുടരുകയാണ്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര വീശിയടിക്കാമെന്നാണ് വിലയിരുത്തൽ. മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തു നിന്നും വിനോദാണ് ചേരുന്നത്. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ കള്ളക്കടൽ മുന്നറിയിപ്പ് തുടരുകയാണ്. ഏത് രീതിയിലാണ് തിരുവനന്തപുരത്തെ മുന്നൊരുക്കങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് വലിയ തുറയിലാണ്. കഴിഞ്ഞ തവണ ഈ കള്ളക്കടൽ പ്രതിഭാസമുണ്ടായപ്പോൾ പൊഴിയൂരും പൂവാറും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വീടുകളിൽ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ മത്സ്യബന്ധന യാനങ്ങൾ അത് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്ന് രാത്രി 10:30 മണി മുതൽ ഒരു കാരണവശാലും കടലിൽ പോകരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ മുതലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. റെഡ് അലർട്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. നാളെ രാത്രി 11:30 വരെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശം. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിര ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് ഇടയ്ക്കിടെ ഇപ്പോൾ ഈ പ്രതിഭാസം ഉണ്ടാകുന്നുണ്ടല്ലോ, നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നു? മുമ്പ് ഇതുപോലെ അല്ലായിരുന്നു. ഇപ്പൊ ഒരു 6-7 മാസത്തിന്റെ ഇടയ്ക്ക് ചുമ്മാ ഇതുപോലെയാണ്. അത് കാരണമാണ് ഇപ്പൊ വള്ളക്കാർക്ക് പോലും ആർക്കും പണിക്ക് പോകാൻ പറ്റാതെ ഇവിടെ മൊത്തം വെള്ളവും ഈ ഗവൺമെന്റ് ഇതെല്ലാം ഇപ്പൊ അനുസരിക്കുകയാണ്. എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ പിന്നെ ഗവൺമെന്റ് അത് ബുദ്ധിമുട്ട് പറയുന്നത് കൊണ്ട് അതനുസരിച്ച് അതുകൊണ്ടാണ് ഒന്നും പണിക്ക് പോകാതെ കണ്ടില്ലേ ഇപ്പൊ എല്ലാ വള്ളങ്ങളും ഇത് പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ടാണ്, അവിടെയാണ് എല്ലാ വള്ളങ്ങളും കയറ്റി വെച്ചിരിക്കുന്നത്. ഇത് കാരണം അനേകം വീടുകള് മത്സ്യത്തൊഴിലാളികളുടെ വീടുകളെല്ലാം പട്ടിണിയിലാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പൊ തന്നെ ഈ കള്ളക്കടലിന്റെ ഇത് പിന്നെ വർദ്ധിച്ചു വരുന്ന ചൂട് കാരണം മത്സ്യം ലഭിക്കാതെയായി. അങ്ങനെ ഈ ചാകര തന്നെ കുറെ കാലമായി കേട്ടിട്ട് ഒരു 8 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. മീന്റെ വലിയ അളവൊന്നും ഇവിടെ കാണുന്നില്ല. വളരെ കുറഞ്ഞ ഇത് തന്നെ കിട്ടുന്നത്. ചെലവിന് മണ്ണെണ്ണയ്ക്കും പെട്രോളിന് വരുന്നുള്ളു.
അല്ലാതെ വേറെ ഒരു ഉപയോഗം ഇല്ലാതെയാണ് ഇപ്പം കാര്യങ്ങൾ പോകുന്നത്. കൂടുതലും ഇപ്പം ഈ കള്ളക്കടലിന്റെ ഇതും ഇന്നലെയും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, നാളെ വരെ പണിക്ക് പോകേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അതനുസരിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇപ്പൊ ചൂട് തന്നെയാണ്. ഇത് നിങ്ങൾ കടലിൽ പോകുമ്പോഴും ചൂടാണോ? ഭയങ്കര ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എക്സാമ്പിള് മുകളിൽ ടാങ്കിൽ വെള്ളം കയറ്റിയിട്ടിരിക്കുന്നത്, ആ വെള്ളം തന്നെ നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അടിച്ചപ്പോൾ എന്തുമാത്രം ചൂട്, അതിനേക്കാളും കൂടുതൽ ചൂടാണ്. ചൂടാകുമ്പോൾ ഈ മത്സ്യങ്ങൾ ഇവിടെ കിട്ടുന്ന ഇപ്പൊ 2 കിലോമീറ്റർ 4 കിലോമീറ്റർ, ഈ സാധാരണക്കാർ ചെറിയ ആൾക്കാർ 4 കിലോമീറ്റർ 5 തുറന്ന് പോകുന്നവരുണ്ട്, ചെറിയ ചെല്ല് പോകുന്നവരുണ്ട്. അവർക്കിപ്പം പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ നിലയ്ക്കാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, ഈ വീടുകളിൽ വെള്ളം കയറി വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഇവർ പറയുന്നതാണ്. അതായത് നമുക്ക് ഈ കാലവർഷത്തിന്റെ സമയത്ത് സാധാരണ കടൽക്ഷോഭം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. ഈ കടൽ ഭിത്തിയൊക്കെ മറികടന്ന് ആ സമയത്ത് കടൽ കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ കള്ളക്കടൽ പ്രതിഭാസം അങ്ങനെയുള്ള ഒരു സാഹചര്യം കൊണ്ടല്ല, മറിച്ച് വേനൽക്കാലത്ത് കടൽ ഉള്ളിലേക്ക് വലിയുകയും പിന്നീട് അതിശക്തമായി തിരയടി ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അത് അന്തരീക്ഷ ഊഷ്മാവിൽ, പ്രത്യേകിച്ച് കടലിൽ ഈ ചൂട് വർദ്ധിക്കുന്നത് തന്നെയാണ് കാരണം. അത് ഈ ആഗോളതാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതെല്ലാം തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾ, ഇതെല്ലാം തന്നെ ഈ പ്രതിഭാസത്തിന് കാരണമാകുന്നു. പണ്ടും കള്ളക്കടൽ പ്രതിഭാസമുണ്ട്. അത് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ വേനൽക്കാലത്ത് ചില വർഷങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് തുടരെ അടിക്കടി വരുന്ന ഒരു സാഹചര്യം, അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അശ്വതി, കാണാം ഈ ബോട്ട് വള്ളങ്ങളൊക്കെ അവർ കയറ്റിയിടുകയാണ്. ഈ തീരശോഷണത്തിന് ഇത് കാരണമാകുമെന്ന് വായിച്ചിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അവർ പറയുന്നത് എന്താണ്? മൊത്തത്തിലൊരു ദുരിതം തീരത്തിനുണ്ടല്ലേ ഈ വിഷയത്തിൽ? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ് തീരശോഷണം ഉൾപ്പെടെ. അത് നേരത്തെ ഈ തീരശോഷണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള സമരവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് എല്ലാ സ്ഥലങ്ങളിലും കേരള തീരത്താകെ തന്നെയും തീരശോഷണം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ കടൽ ഭിത്തികൾ കിട്ടുന്നില്ല. ആഗോളതാപനത്തിന്റെ ഫലമായി കടൽ കയറ്റമുണ്ടാകുന്നു. അത് സമുദ്രത്തിൽ ജലനിരപ്പ് ഉയരുന്നതാണ്, കൂടുതൽ ആകുന്നതാണ് ഇത്തരത്തിലുള്ള കടൽക്ഷോഭത്തിന് കാരണം, അല്ലെങ്കിൽ കടൽ കയറ്റത്തിന് കാരണമായി പൊതുവിൽ കണക്കാക്കുന്നത്. പുലിമുട്ട് നിർമ്മാണമാണ് ഇതിനുള്ള ഒരു നടപടി, പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു നടപടി എന്നത് പുലിമുട്ട് നിർമ്മാണമാണ്. പക്ഷേ പലയിടങ്ങളിൽ നമുക്കറിയാം, പൊഴിയൂരൊക്കെ കാണുന്ന ഒരു സാഹചര്യമാണ്. തീരം പോകുന്നു, അതിനുശേഷം റോഡ് നഷ്ടപ്പെടുന്നു, അതിനുശേഷം വീടുകൾ ഒന്നൊന്നായി കടലെടുത്ത് പോകുന്ന കാഴ്ച. അവിടെ 2 or 3 വരി വീടുകൾ തന്നെ കടലെടുത്ത് പോകുന്ന സ്ഥിതിയുണ്ട്. വലിയ തുറയിൽ അങ്ങനെ ഒരു പ്രതിഭാസം, ശംഖുമുഖത്ത്, വലിയ വേളിയിൽ, വെട്ടുകാട് തുടങ്ങി പല പ്രദേശങ്ങളിൽ ഈ തരത്തിൽ വീടുകൾ തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇതാണെങ്കിൽ മഴക്കാലമാകുമ്പോൾ ഈ കടൽക്ഷോഭം മറ്റൊരു തരത്തിലാണ്. മൺസൂണിന്റെയൊക്കെ സമയത്ത് വലിയ തോതിൽ കടൽ കയറുന്ന സാഹചര്യം. അപ്പോഴും ഈ പ്രതിസന്ധിയുണ്ട്. ബീച്ചുകളൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് ഏറ്റവും പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നത് ശംഖുമുഖവും ഈ നമ്മൾ നിൽക്കുന്ന വലിയ തുറയുമൊക്കെയാണ്. ഇവിടെ വലിയ വിശാലമായ ബീച്ചുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ആ ബീച്ചുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. വളരെ കുറച്ച് സ്ഥലം മാത്രമാണ് ഇപ്പോൾ ബീച്ച് എന്ന നിലയ്ക്ക് അവശേഷിക്കുന്നത്. അത് തന്നെ ഈ കള്ളക്കടലോ അല്ലെങ്കിൽ മഴക്കാലമോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ ബീച്ച് പൂർണ്ണമായും തകരുകയും അതിന് സമീപത്തെ റോഡുകൾ പോലും പൂർണ്ണമായി തകർന്നു പോവുകയും ചെയ്യുന്ന നിലയുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ പ്രവചനം ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ, ഏതാണ്ട് 9 ജില്ലകളിൽ ആ നിലയ്ക്കുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. വയനാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിലയ്ക്ക് ഒരു വശത്ത് കടൽ കയറ്റം, ഇനി മഴ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ തരത്തിൽ അതീവ ജാഗ്രത കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് തീരദേശത്താണ് ഇപ്പോൾ കൂടുതൽ ജാഗ്രത. റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ ഉച്ചഭാഷണിയിലൂടെ ഇവിടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് രാത്രി മുതൽ കടലിൽ പോകരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അശ്വതി, വിനോദ മത്സ്യത്തൊഴിലാളികൾക്ക് അങ്ങനെ നമ്മൾ ജാഗ്രത നിർദ്ദേശം നേരത്തെ കൊടുത്തു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടിയല്ലേ? ഇത്തരത്തിൽ തുടരെ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഇങ്ങനെ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കേണ്ടി വരിക, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തേണ്ടി വരിക, അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഉപജീവനം കഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവധിക്കാലമാണ്, ഒരുപാട് വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്കൊക്കെ എത്തേണ്ട സമയമാണിത്, അല്ലെ?
അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം ഈ വേളിയാകട്ടെ, ശംഖുമുഖം, വലിയതുറ, ഈ പ്രദേശങ്ങളിലൊക്കെ ബീച്ച് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഈ പരിസരവാസികളോ അല്ലെങ്കിൽ ശംഖുമുഖത്തൊക്കെ പുറത്തു നിന്നുള്ള ആളുകളൊക്കെയും വരുന്ന ഒരു ടൂറിസം കേന്ദ്രം എന്ന നിലയ്ക്കായിരുന്നു. വലിയ തോതിൽ വരുമാന മാർഗം നിരവധി കടകൾ, അത് ബീച്ചിനോട് ചേർന്ന് തന്നെ കടകൾ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം തന്നെ ഇപ്പോൾ റോഡിലോട്ട് കയറ്റി വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. ചെറിയ ചെറിയ പെട്ടിക്കടകൾ, അവരുടെ ഒരു വലിയൊരു നമ്മുടെ ഒരു സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടും ആ നിലയ്ക്കുള്ള ഒരു വലിയ ബിസിനസ് നടന്നിരുന്ന ഒരിടമാണ് ഈ ബീച്ചുകളൊക്കെ കേന്ദ്രീകരിച്ച്. പക്ഷെ അതെല്ലാം തന്നെ പോയിരിക്കുന്നു, അതെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെയാണ് അതിനേക്കാൾ ഗൗരവതരമായ കാര്യമാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ ഉപകരണങ്ങൾ, വള്ളവും വലയും ഉൾപ്പെടെ അവരുടെ തൊഴിലുപകരണങ്ങൾ അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ വീടുകളിൽ വെള്ളം കയറുമ്പോൾ പലപ്പോഴും അപ്രതീക്ഷിതമായി വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ കള്ളക്കടൽ അങ്ങനെ ഒരു കാലാവസ്ഥാ പ്രവചനമായി ഉണ്ടായിരുന്നില്ല. സമുദ്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയോ ഒരു മുന്നറിയിപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊഴിയൂരിൽ ഉൾപ്പെടെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ കുട്ടികളുടെ പുസ്തകം, വസ്ത്രം, അവർ പാകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം ഇതെല്ലാം തന്നെ കേടായി പോകുന്ന നിലയ്ക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറാൻ കഴിയാത്ത സാഹചര്യം. പിന്നീട് വീട്ടിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ പുറത്തെടുത്ത് വെച്ച് പ്ലാസ്റ്റിക്കിൽ കെട്ടിവെക്കുന്ന നിലയൊക്കെ ഉണ്ടായിരുന്നു. ആ തരത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാവരും വെള്ളമൊക്കെ കയറ്റിയായിരുന്നു, തിരിച്ചു കയറ്റിയായിരുന്നു. പാടാണോ ഇതിപ്പോ ഇങ്ങനെ കടലിൽ ഇറങ്ങുന്നത് പ്രയാസപ്പെട്ട കാര്യമാണോ? രാവിലെ പറഞ്ഞു, അതുകൊണ്ട് ആരും പേടിച്ചു പോയില്ല. പണിക്ക് പോയിട്ടില്ല? കുറച്ചു പേരേ പോയുള്ളൂ, ബാക്കിയുള്ളവരെ ആരും പേടിച്ചൊന്നും പോയില്ല. ഇന്ന് രാത്രിയോട്ട് പോരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു രാത്രി 1 മണിക്ക് അലോൺസ് ചെയ്തിട്ട് പോയി, പിന്നെ വെളുപ്പിൽ 3 മണിക്ക് അലോൺസ് ചെയ്തിട്ട് ആരും പോകണ്ടെന്ന് പറഞ്ഞു. ഈ നിലയ്ക്കാണ് അശ്വതി. അതായത് ഇവിടെ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശമാണ്. കള്ളക്കടൽ ഒരുപക്ഷെ കടൽ ഉള്ളിലേക്ക് വലിയില്ല, അല്ലാതെ തന്നെ ശക്തമായ തിരയുണ്ടാകും. ഇപ്പോൾ ഏതാണ്ട് 1.5 മീറ്റർ ഉയരത്തിൽ തിരയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പായി ഉള്ളത്. അത് പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് വരികയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ വള്ളങ്ങളൊക്കെയും നിരത്തി വെച്ചിരിക്കുന്ന ഈ തീരത്തേക്ക് അടിച്ചു കയറുന്ന ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ കടൽ ഉൾവലിയും, ഒരുപാട് ദൂരത്തേക്ക് കടൽ ഉൾവലിഞ്ഞു പോവുകയും പിന്നീട് തിരയടിച്ച് വരികയും ചെയ്യും. അത് ശക്തമായ രീതിയിലാണ്. ഇപ്പോൾ സുനാമി പോലെ അത്രയും ഭീകരമല്ലെങ്കിൽ കൂടിയും നാശനഷ്ടം വിതയ്ക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ ചരിത്രം പരിശോധിച്ചാൽ, നേരത്തെ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രതിഭാസങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഉപകരണങ്ങൾക്കോ വീടുകൾക്കോ ഒക്കെയും കേടുപാട് വരുന്ന അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തുന്ന തരത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. തീരശോഷണം അതിഗുരുതരമായ ഒരു പ്രശ്നമായി അവശേഷിക്കുന്നു. ബീച്ചുകൾ ഇല്ലാതാകുന്നു, തീരദേശം ഇല്ലാതാകുന്നു. ഇപ്പോൾ തന്നെ വലിയതുറയിൽ വന്നിട്ടുള്ളവർക്കറിയാം, ഇത് നേരത്തെ ഗ്രൗണ്ടായിരുന്നു, ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഫുട്ബോൾ പരിശീലനം നടക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം വരെ നേരത്തെ ഫുട്ബോൾ ഗ്രൗണ്ടായിരുന്നതാണ്. ഇവിടെ നിന്ന് ഒരുപാട് താരങ്ങൾ കേരള ടീമിൽ ഉൾപ്പെടെ കളിക്കുന്ന തരത്തിലേക്ക്, ദേശീയ തലത്തിലേക്ക് വരുന്ന നിലയിൽ വലിയ താരങ്ങളായി വന്ന ആളുകൾ കളിച്ചു വളർന്ന പ്രദേശമാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് പൂർണ്ണമായി ഒരു ഭാഗം തകർന്നു പോയിരിക്കുന്നു. ആ ഗ്രൗണ്ടിലേക്കാണ് ഇപ്പോൾ ഈ മത്സ്യബന്ധന യാനങ്ങൾ കയറ്റിവെച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം തീരശോഷണം ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന്. അശ്വതി. ശരി, വി വിനോദാണ് വലിയ തുറയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആലപ്പുഴയിലേക്ക് കൂടി പോകാം. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും ചേരുന്നത്. ശരണ്യ, ആലപ്പുഴയിൽ ഈ കള്ളക്കടലിനെ നേരിടാനുള്ള ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത്? മത്സ്യത്തൊഴിലാളികൾക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? സമാനമായ തന്നെ റെഡ് അലർട്ടിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ തീരദേശ മേഖലകളിലും കൃത്യമായ ഒരു അറിയിപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും, ഒപ്പം തന്നെ നമുക്കറിയാമല്ലോ ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്നതാണ്. അവധിക്കാലം കൂടിയായതിനാൽ അത്തരമൊരു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ്. അവിടെയൊക്കെ തന്നെയും കൃത്യമായ ഒരു നിരീക്ഷണവും ഒപ്പം തന്നെ കടലിലേക്ക് ഇറങ്ങരുന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ഒരു തവണ ഉണ്ടായതുപോലെ ഉള്ള ഒരു പ്രതിസന്ധി കാര്യങ്ങളോ ഒന്നും തന്നെ ആലപ്പുഴയിൽ ഇല്ല എന്ന് പറയാം. കാരണം കടൽ ശാന്തമായി തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിൽ എവിടെയെങ്കിലും വെള്ളം കയറുകയോ അല്ലെങ്കിൽ തിരമാലകൾ ഇരച്ചു കയറുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഇന്നലെ സർക്കാരിന്റെ നിർദ്ദേശം ലഭ്യമായതിനെ തുടർന്ന് മത്സ്യബന്ധന യാനങ്ങൾ ഉൾപ്പെടെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പുറക്കാടക്കമുള്ള തീരങ്ങളിൽ കടൽ ഉൾവലിയുകയും പിന്നീട് ഇത്തരത്തിൽ കള്ളക്കടലിന്റെ ഭാഗമായി കടൽ ഇരച്ചു കയറുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു തവണയാണ് അത്തരത്തിൽ ഈ കടൽ കയറുകയും 2 തവണ കടൽ ഉൾവലിയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു സാധാരണ പ്രതിഭാസമല്ല എന്നുള്ളതാണ്. അതായത് വളരെ കുറഞ്ഞ ഇടവേളകളിൽ അത്തരത്തിൽ കടൽ ഉൾവലിയുന്ന സാധാരണ പ്രതിഭാസമല്ല എന്നുള്ളതാണ്
ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടത്തുന്ന ഗവേഷണങ്ങൾ നടത്തുന്ന ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിൽ അലർട്ട് ഉണ്ടെങ്കിലും ആലപ്പുഴയുടെ തീരപ്രദേശം ശാന്തമാണ്. ശരി, ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സമാനമായ അവസ്ഥയാണ് കാസർഗോഡുമുള്ളത്. കാസർഗോഡ് നിന്നും KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് തീരപ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും കാസർഗോഡ് ജില്ലയിലെ വിനോദസഞ്ചാരങ്ങളെല്ലാം അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബേക്കൽ പള്ളിക്കര ബീച്ച്, ഞാനിപ്പോൾ നിൽക്കുന്ന ഹോസ്ദുർഗ് കൈറ്റ് ബീച്ച്, ഒപ്പം അഴീത്തല, തൈക്കടപ്പുറം അഴീത്തല, അതുപോലെ തന്നെ കണ്ണുതീർത്ത, ചെമ്പരിക്ക തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിടാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് ഈ നിയന്ത്രണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം രാത്രികാലങ്ങളിൽ, അതായത് 10 മണിക്ക് ശേഷം ചെറുവള്ളങ്ങളിലും അതുപോലെ തന്നെ യാനങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും വിലക്കുണ്ട്. അത്തരത്തിൽ കൃത്യമായ ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിനെ തുടർന്നുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും അടിയന്തര ആവശ്യത്തിനായി ദുരിതാശ്വാസ ക്യാമ്പുകളും കാസർഗോഡ് ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ റവന്യൂ ഉദ്യോഗസ്ഥരെ ഇതിനായും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കാലവർഷത്തിലൊക്കെ വലിയ നാശനഷ്ടമാണ് ഈ തീരപ്രദേശങ്ങളിലുള്ളവർ നേരിടുന്നത്. നിരവധി വീടുകൾ ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെ ഈ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ മേഖലകളിലുള്ളത്. ഈ തലപ്പാടി മുതൽ തൃക്കരിപ്പൂർ വരെ 65ഓളം കിലോമീറ്ററിൽ നീണ്ടുകിടക്കുന്നതാണ് കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശം. ഇവിടങ്ങളിൽ പല സ്ഥലങ്ങളിലും കടൽ ഭിത്തി ഇല്ല എന്നതുകൊണ്ട് തന്നെ വലിയ ആശങ്കയാണ് ഈ മേഖലകളിലുള്ളത്. എന്തായാലും അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിലുള്ളവരെ അടിയന്തരമായി ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, KV ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്താണ് ഈ കള്ളക്കടൽ എന്ന പ്രതിഭാസം എന്ന് നമുക്ക് നോക്കാം. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടലിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും എന്നുള്ളതാണ്. ഐഷത്തുൽ ഷംന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കള്ളക്കടൽ എന്ന പ്രതിഭാസം കാരണം ശക്തമായ കടലാക്രമണത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് കള്ളക്കടൽ? സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ്. അങ്ങനെ അല്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ. അവിചാരിതമായും അസാധാരണമായും പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും. സുനാമി സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സുനാമിയുമായി സാമ്യതകൾ കള്ളക്കടൽ പ്രതിഭാസത്തിനുമുണ്ട്. എങ്കിലും സുനാമിയോളം ഭീകരനല്ല, പക്ഷേ അത്ര നിസ്സാരക്കാരനുമല്ല. സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാവുന്നത്. 2018 കേരളത്തിന്റെ തീരദേശ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങളാണ് കള്ളക്കടൽ ഉണ്ടാക്കിയത്. 100 കണക്കിന് വീടുകളാണ് അന്ന് തകർന്നത്. ഈ സമയത്ത് തീരദേശവാസികളും തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും കൃത്യമായ ജാഗ്രത പാലിക്കണം. ശരി, അപ്പോൾ അതാണ് കള്ളക്കടൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്താൻ KPCC നേതൃയോഗം ചേരുകയാണ്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K സുധാകരൻ തുടങ്ങിയ നേതാക്കളും രാഹുൽ ഗാന്ധി ഒഴികെയുള്ള സ്ഥാനാർത്ഥികളും യോഗത്തിൽ പങ്കെടുക്കും. ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാൻ, എപ്പോഴാണ് യോഗം? പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ്. തീർച്ചയായിട്ടും അശ്വതി, രാവിലെ 10:00-ക്കാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ KPCCയുടെ വിശാല നേതൃയോഗം ചേരുന്നത്. നേതൃയോഗത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ, K സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതിനു പുറമെ സംസ്ഥാനത്തെ വയനാട് ഒഴികെയുള്ള മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ച മുഴുവൻ UDF സ്ഥാനാർത്ഥികൾ അവരെല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് നടന്നത്. ത്രികോണ മത്സരങ്ങൾ പല മണ്ഡലങ്ങളിലും നടന്നുവെന്ന കാര്യമൊക്കെ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ കൃത്യമായി കോൺഗ്രസിന് എങ്ങനെ നേട്ടമുണ്ടാക്കാൻ കഴിയും, UDFന് എത്രത്തോളം സീറ്റുകളിൽ വിജയം ഉറപ്പിക്കാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് KPCCയുടെ നേതൃയോഗം ചേരുന്നത്. അതോടൊപ്പം K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി ചുമതല കൈമാറുന്ന നടപടി ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എപ്പോൾ തിരികെ ഈ ചുമതല ഏറ്റെടുക്കണമെന്ന കാര്യമടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അശ്വതി. ശരി, ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ചുട്ടുപൊള്ളി കേരളം.
സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എസ് വിനേഷ് കുമാർ ചേരുന്നു പാലക്കാട് നിന്നും. വിനേഷ്, ഗുഡ് മോർണിംഗ്. വലിയ ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലും പാലക്കാട് ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണ്? യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, വിവരങ്ങൾ. അശ്വതി, ഇപ്പോഴും കടുത്ത ഉഷ്ണം തന്നെയാണ് പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലെല്ലാം കടുത്ത ചൂട് തന്നെയാണുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരിന്റെ ജാഗ്രത നിർദ്ദേശമുണ്ട്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസ്ഥാന വ്യാപകമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈൻ വഴി മാത്രം പ്രവർത്തിച്ചാൽ മതിയെന്ന് നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഈ പകൽ സമയങ്ങളിൽ രാവിലെ 11-നും ഉച്ചയ്ക്ക് ശേഷം 3-നും വരെയുള്ള സമയങ്ങളിൽ പുറം ജോലി ചെയ്യരുത് എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൃത്യമായി തന്നെ വെള്ളം കരുതണം. അതുപോലെ തന്നെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾ നിൽക്കുന്നത്, പുറത്ത് നിൽക്കുന്നതിനുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും 40 ഡിഗ്രിക്ക് മുകളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ പാലക്കാട് ചൂട് അനുഭവപ്പെടുന്നത്. എന്തായാലും അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ മഴക്കാറുണ്ട്, കാർമേഘങ്ങളെല്ലാം തന്നെ മേഘാവൃതമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും മഴ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആളുകൾ. ഇതിനിടയിലാണ് ഈ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കൂടി സർക്കാർ പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. പാലക്കാട് ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു അപ്രഖ്യാപിത പവർ കട്ട് എന്നുള്ള രീതിയിൽ പല സമയങ്ങളിലും രാത്രിയിൽ കറണ്ട് പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ മുതൽ അത് ഒരു പ്രഖ്യാപിത രീതിയിൽ തന്നെ വൈദ്യുതി നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി വിനേഷ്. എന്തായാലും ഈ ചൂടിനിടയിൽ വൈദ്യുതി നിയന്ത്രണം കൂടി വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാലക്കാട് ചുട്ടുപൊള്ളുകയാണ്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത വേനൽ ചൂടിൽ ചുട്ടുപൊള്ളുകയാണ് കേരളം. കേരളത്തിൽ പലയിടങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തിയത് 16 ദിവസമാണ്. ഇതിൽ 15 ദിവസവും പാലക്കാട് ജില്ലയിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. കൊടും ചൂടിൽ സൂര്യാഘാതവും നിർജ്ജലീകരണവും ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അസാധാരണ സാഹചര്യത്തിലാണ് കേരളം. വേനൽക്കാലത്ത് ചൂടേറുമെങ്കിലും ഇത്തരമൊരു അവസ്ഥ മുൻപുണ്ടായിട്ടില്ലെന്നതാണ് ചുരുക്കം. താപനില പതിവിലും ഉയർന്നു എന്ന് മാത്രമല്ല, ജീവിത രീതിയിലുണ്ടായ മാറ്റവും കേരളത്തെ ചുട്ടുപൊള്ളിക്കുകയാണ്. രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ആദ്യമായി ഇടം പിടിച്ചിരിക്കുകയാണ് കേരളം. ഈ മാപ്പ് നോക്കുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആദ്യമായാണ് കേരളം ഇത്തരത്തിൽ രാജ്യത്തിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഇടം പിടിക്കുന്നത്. ഇത്തരത്തിൽ ഈ പച്ച നിറത്തിലുള്ളത് ഉഷ്ണതരംഗ മേഖല അല്ലാത്ത സംസ്ഥാനങ്ങളാണ്. അതുപോലെ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് നിറത്തിൽ കാണിക്കുന്നത് അതിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് കേരളത്തെക്കാൾ കൂടുതൽ ഒരു ഉഷ്ണതരംഗ മേഖലയായി മാറുന്നത് നമുക്ക് മാപ്പിൽ നിന്ന് വ്യക്തമായി കാണാം. അതുപോലെ ഒഡീഷ, വെസ്റ്റ് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിലവിൽ ഉഷ്ണതരംഗ മേഖലയായി കാണപ്പെടുന്നത്. കേരളം നിലവിലിപ്പോൾ ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സമാനമാണെങ്കിലും ഇത്തരത്തിൽ ഒരു താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഉയർന്ന താപനില തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വെസ്റ്റ് ബംഗാൾ, അതുപോലെ ഒഡീഷ പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. 6 ദിവസമാണ് ഉയർന്ന താപനിലയായ 40 ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ രേഖപ്പെടുത്തിയത്. ഇതിൽ തന്നെ 15 ദിവസവും പാലക്കാട് ജില്ലയിലാണ് എന്നതും ശ്രദ്ധേയമാണ്. മുൻപ് 2016-ൽ 14 ദിവസമായിരുന്നു ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. 1989-ൽ 8 ദിവസവും കഴിഞ്ഞ വർഷം 3 ദിവസവും 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ 2020-21 വർഷങ്ങളിൽ ഒരു ദിവസം പോലും താപനില 40 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ഒരു 6 വർഷത്തെ മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ, മാർച്ച് ഏപ്രിൽ മാസത്തെ മഴയുടെ കണക്കെടുത്ത് നോക്കിയാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 2024-ലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ഇതിലെ ഈ ചുവന്ന രേഖയാണ് 2024-ലെ കണക്ക് സൂചിപ്പിക്കുന്നത്. നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാം 2024-ലാണ് ഏറ്റവും കുറവ്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. അതുപോലെ ഈ നീല രേഖ 2022-ലെ കണക്കാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഒരു കണക്ക് 2022-ലായിരുന്നു. ഈ വർഷം തന്നെ ഓരോ ജില്ലകൾ എടുത്തു നോക്കിയാൽ മലപ്പുറം ഈ വർഷം നോക്കിയാൽ തീരെ മഴ ലഭിക്കാത്ത ഒരു ജില്ലയാണ് മലപ്പുറം. 2024-ൽ തീരെ മലപ്പുറത്ത് മഴ ലഭിച്ചിട്ടില്ല. അതുപോലെ കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ പോലുള്ള ജില്ലകളിലൊന്നും ഈ വർഷം തീരെ മഴ ലഭിച്ചിട്ടില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ എന്നുള്ളത് കൃത്യമായി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കുറച്ചും കൂടി വ്യക്തമായി ഈ കണക്കിലും നമുക്ക് മനസ്സിലാക്കാം 2024-ലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത്. ഒരു വേനൽ മഴ ലഭിച്ചത് ഏറ്റവും കുറവാണ് ഈ വർഷം എന്നുള്ളതും നമുക്കിതിൽ നിന്നും കാണാൻ കഴിയും.
അതുപോലെ തന്നെ ഈ വർഷം ഏറ്റവും കുറവ് താപനില രേഖപ്പെടുത്തിയ വയനാട് ജില്ലയിൽ 34 ഡിഗ്രി സെൽഷ്യസും ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്, രാത്രികാല താപനില മുന്നറിയിപ്പ് തുടങ്ങി പല ജില്ലകളിലും ഇപ്പോഴും മുന്നറിയിപ്പുകൾ തുടരുകയാണ്. മെയ് മാസത്തിൽ സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴ മാത്രമേ ലഭിക്കൂ എന്നും താപനില സാധാരണയേക്കാൾ കൂടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവുമുണ്ട്. ഈ സാഹചര്യത്തിൽ കേരളത്തിന്റെ വരും ദിവസങ്ങൾ എങ്ങനെയെന്ന് കണ്ടറിയണം. വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഗുണം കിട്ടിത്തുടങ്ങിയതായും ഇന്നും നാളെയും പുരോഗതി വിലയിരുത്തുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മേഖല തിരിച്ചുള്ള നിയന്ത്രണം ഗാർഹിക ഉപയോക്താക്കളെ ബാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KSEB. ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് KSEB പറയുന്നത്. വി അരുൺ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, ലോഡ് ഷെഡിംഗ് തന്നെ വേണമെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഒപ്പം ഈ ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നില്ല എന്നുമാണ് KSEBയുടെ വിലയിരുത്തൽ. ഈ 2 ദിവസം നിർണായകമാണോ ഇനിയുള്ള? ഇന്നും നാളെയും തന്നെയാണ് ഏറ്റവും നിർണായകം. കാരണം വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി, വൈദ്യുതി മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വടക്കൻ മേഖലയിൽ പാലക്കാട്ടൊക്കെ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒരു പരിധിവരെ ഉപയോഗം കുറയ്ക്കാൻ സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഈ ഇന്നും നാളെയുമായി കൂടി അതിന്റെ കണക്ക് KSEB എടുക്കും. അതിനുശേഷമാകും ഒരു തീരുമാനത്തിലേക്ക് പോവുക. ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് പറയുമ്പോഴും പലയിടത്തും അപ്രഖ്യാപിത പവർ കട്ടുണ്ട്. അത് രാത്രികാലങ്ങളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി ആളുകളെ വലിയ ദുരിതത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ AC-യുടെ ഉപയോഗം അടക്കം കുറയ്ക്കണമെന്ന കർശന നിർദ്ദേശമാണ് KSEB നൽകുന്നത്. ആ രീതിയിൽ ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടില്ല. രാത്രിയും പകലും ഭേദമില്ലാതെ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം തുടരുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ തുടർന്നാൽ ജനങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഗാർഹിക ഉപഭോക്താക്കൾ അപ്പുറത്തേക്ക് വൻ വ്യാവസായിക യൂണിറ്റുകൾക്കും മറ്റും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനം രാത്രികാലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാളുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഒക്കെ വൈദ്യുത ദീപാലങ്കാരങ്ങളും അതുപോലെ വൈദ്യുതി ഉപയോഗിച്ചുള്ള മറ്റ് അലങ്കാര പ്രവൃത്തികൾക്കും ഒക്കെ നിയന്ത്രണമുണ്ട്. അത് ഒരു പരിധിവരെ സഹായിക്കുന്നത്. അപ്പുറത്തേക്ക് ഗാർഹിക ഉപഭോക്താക്കൾ കൂടി സഹകരിച്ചാലേ പൂർണ്ണമായും ഈ KSEBയുടെ ലക്ഷ്യം, KSEBയുടെ പ്രയത്നം ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. കൃത്യമായ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടി വന്നേക്കാം. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ വീണ്ടും KSEB ഒരു അവലോകനം നടത്തും. അതിനുശേഷം ലോഡ് ഷെഡിംഗ് വേണമെങ്കിൽ അക്കാര്യം സർക്കാരിനോട് ശുപാർശ ചെയ്യും. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഗുണം കിട്ടിത്തുടങ്ങിയതായാണ് മന്ത്രി പറയുന്നത്. ഇന്നും നാളെയും കൂടി അതിന്റെ പുരോഗതി വിലയിരുത്തുമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. ബാധിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാൽ എല്ലാവരും കൂടി ഒരു 4 AC ഉള്ളൂടെ ഒരു AC ഓഫ് ചെയ്താൽ മതി. എല്ലാ ലൈറ്റും അത് ഒന്നാക്കി മന്ത്രി തന്നെ അതിന് മാതൃക കാണിക്കണ്ടേ? നമ്മൾ തന്നെ കാണിക്കണ്ടേ? നിങ്ങളും കാണിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം. പവർ കട്ട് പറഞ്ഞാൽ അത്ര എല്ലാം ഇതും ഒഴിവാകണ്ടേ? പവർ കട്ട് എങ്ങനെയുണ്ട്? ഒരു ട്രാൻസ്ഫോറിൻ്റെ കീഴിൽ 10 ഉപഭോക്താക്കളുണ്ട്. അത് 50 ആയാലും ചെയ്യും. അപ്പോൾ ഡ്രിപ്പാകും. ആ ഡ്രിപ്പാകുന്ന 1 മിനിറ്റോ 2 മിനിറ്റോ ആണ്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അതിൽ കുഴഞ്ഞൊന്നുമില്ല. വൻകിട പ്രത്യേക ലൈനല്ലേ അവർക്ക്, പ്രത്യേക ലൈനല്ലേ. അപ്പോൾ അതൊരു ഒരു നിയന്ത്രണം കൊണ്ടുവന്നാൽ, അവരിന്ന് സ്വയമായിട്ടൊരു നിയന്ത്രണം കൊണ്ടുവന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ. അതായത് ഗാർഹിക ഉപഭോക്താക്കളെ ഈ നിയന്ത്രണം ബാധിക്കില്ല എന്നുള്ളതാണ്. ബാധിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദു കൃഷ്ണനും തമ്മിലുണ്ടായ തർക്കം സംബന്ധിച്ച കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. യദു ഓടിച്ചിരുന്ന ബസ്സിലെ DVRൽ നിന്ന് മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് തമ്പാനൂർ പോലീസ് നടത്തുന്നത്. അതേസമയം യദുവിന്റെ പരാതിയിൽ ആര്യ സഞ്ചരിച്ച സ്വകാര്യ വാഹനം ഓടിച്ചിരുന്ന സഹോദരനെതിരെ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ പോലീസിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. യദു കൃഷ്ണൻ പരാതിയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ KSRTC ബസ്സിന് മാർഗതടസ്സം സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുന്ന കാര്യത്തിൽ മ്യൂസിയം പോലീസ് വൈകാതെ തീരുമാനമെടുത്തേക്കും. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. എന്നാണ് പ്രിയങ്ക.
രോഹിത് വെമുല കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട തെലങ്കാന സർക്കാർ കേസ് അവസാനിപ്പിച്ചുള്ള റിപ്പോർട്ടിനെതിരെ കുടുംബം രംഗത്തു വന്നതോടെയാണ് തുടരന്വേഷണം നടത്തുമെന്ന് ഡിജിപി വ്യക്തമാക്കിയത്. രോഹിത് ദളിതനായിരുന്നില്ലെന്ന വാദം ആവർത്തിച്ചാണ് തെലങ്കാന പോലീസ് കേസ് അവസാനിപ്പിച്ചത്. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഈ രോഹിത് വെമുല കേസിൽ ഇപ്പോൾ ഈ തുടരന്വേഷണം നടത്തുമെന്ന് പറയുമ്പോൾ നേരത്തെ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇത് കേസ് അവസാനിപ്പിച്ചിരുന്നത്? ആ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ഇപ്പോൾ ഈ തുടരന്വേഷണത്തിന്റെ സാധ്യത അത് എത്രത്തോളമാണ്? അശ്വതി, 2016 ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല ആത്മഹത്യ ചെയ്തത്. രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ സംഭവം വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ച് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് പുറമെ തന്നെ മറ്റ് സർവകലാശാലകളും വലിയ പ്രതിഷേധം ഇതേ തുടർന്ന് ഉണ്ടാവുകയും ചെയ്തു. കാരണം വലിയ രീതിയിലുള്ള വിവേചനം രോഹിത് വെമുല നേരിട്ടു. ഒപ്പം തന്നെ വ്യവസ്ഥിതിയുടെ കൊലപാതകം എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിനാണ് അന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചത്. തുടർന്നാണ് ഈ കേസ് അന്വേഷണം പോലീസ് ആരംഭിച്ചത്. ഏതായാലും 2018 ഒരു ക്ലോഷർ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ പോലീസ് സമർപ്പിച്ചത്. ഇതിൽ ആണ് കേസന്വേഷണം അവസാനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ VC അപ്പറാവു, അന്നത്തെ VC ആയിരുന്ന അപ്പറാവു, ഒപ്പം തന്നെ ആരോപണം നേരിട്ടിരുന്ന അന്നത്തെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തുടങ്ങിയവർക്കൊന്നും തന്നെയുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല, അവർക്ക് തെളിവുകളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതായുള്ള റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. മാത്രവുമല്ല, രോഹിത് വെമുലയ്ക്കെതിരെ ചില പരാമർശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതായത് രോഹിത് വെമുല ദളിതനായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അക്കാര്യം വെളിപ്പെടുമെന്ന ഭയം കൊണ്ടാണ് രോഹിത് ആത്മഹത്യ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹൈദരാബാദ് സർവകലാശാലയിൽ തന്നെ വിദ്യാർത്ഥികൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രോഹിത്തിൻ്റെ അമ്മ രാധിക വെമുലയും സഹോദരനും രംഗത്ത് വരികയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലമാണ് ഇപ്പോൾ DGP തന്നെ വ്യക്തമാക്കി ഈ റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് 2018 തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പരാതി ഉയരുന്നു. ഒപ്പം തന്നെ കുടുംബവും തന്നെ ഈ റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തുടരന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ DGP തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. കോടതിയെ ഇക്കാര്യം അറിയിക്കുമെന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രതിരോധത്തിലാക്കുന്ന കാര്യമായിരുന്നു ഈ റിപ്പോർട്ട്. കാരണം രോഹിത് വെമുല വിഷയത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ സമരരംഗത്തുണ്ടായിരുന്നു. അന്ന് കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇത്തരത്തിൽ പീഡനം തടയാൻ, ദളിത് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പീഡനം തടയാൻ നിയമം കൊണ്ടുവരും, ആ നിയമത്തിന് രോഹിത് വെമുല നിയമമെന്ന് പേരിടുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഏതായാലും നേരത്തെയുള്ള റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് പോലീസ് DGP തന്നെ രംഗത്ത് വരുന്നതും കോടതിയെ ഇക്കാര്യം അറിയിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അശ്വതി. ശരി, ഒപ്പം ഈ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വീണ്ടും പരാതികൾ ഉയരുകയാണല്ലോ. പ്രജ്വൽ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് JDS പ്രാദേശിക നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. രാകേഷ്, ഈ കൂടുതൽ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വിവരങ്ങൾ. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. കാരണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ JDSന്റെ പ്രാദേശിക നേതാവ് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് 3 വർഷത്തോളം തന്നെ പീഡിപ്പിച്ചു എന്നാണ് JDSന്റെ പ്രാദേശിക നേതാവിൻ്റെ പരാതിയിൽ പറയുന്നത്. അതായത് 2021 മുതൽ 2024 ഏപ്രിൽ 24 വരെ ഇത്തരത്തിൽ പീഡനം തുടർന്നു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. 2024 ഏപ്രിൽ 24 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം, അതായത് കർണാടകത്തിൽ ഹാസനിലടക്കം പ്രജ്വൽ മത്സരിച്ചത് ഹാസനിലായിരുന്നു. ഹാസനിലെ വോട്ടെടുപ്പ് നടക്കുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഈ പീഡനം തുടർന്നു എന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കുട്ടികളുടെ 2 വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു, അവരുടെ ഹോസ്റ്റൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായിരുന്നു പ്രജ്വൽ രേവണ്ണയുടെ ഓഫീസിലെത്തിയത്. അന്ന് മറ്റുള്ളവരും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം തന്നെ നേരത്തെ തന്നെ സംസാരിച്ച് പ്രജ്വൽ രേവണ്ണ മടക്കി അയച്ചു. അതിനുശേഷം തന്നെ റൂമിലേക്ക് കൊണ്ടുപോയി ബലം പ്രയോഗിച്ച് പീഡനത്തിന് ശ്രമമുണ്ടായി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. പക്ഷെ താൻ ചെറുത്തപ്പോൾ പ്രജ്വൽ രേവണ്ണ ചൂണ്ടിക്കാണിച്ച കാര്യം, തൻ്റെ അമ്മയ്ക്ക് കഴിഞ്ഞ തവണ സീറ്റ് കിട്ടാതിരുന്നത് ഈ യുവതിയുടെ ഭർത്താവിൻ്റെ ഇടപെടൽ കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഉയർച്ച വേണമെങ്കിൽ തനിക്ക് കീഴ്പ്പെടണമെന്ന് പ്രജ്വൽ രേവണ്ണ ചൂണ്ടിക്കാണിച്ചു. മാത്രവുമല്ല, ഈ സംഭവം പുറത്തു പറഞ്ഞാൽ തോക്ക് ചൂണ്ടി ആദ്യം ഭീഷണിപ്പെടുത്തി, അതിനുശേഷം ബലാത്സംഗം ചെയ്തു. പിന്നീട് വ്യക്തമാക്കിയ കാര്യം, ഈ കാര്യം പുറത്ത് അറിയിച്ചാൽ
ഭർത്താവിനെയും തന്നെയും കൊലപ്പെടുത്തുമെന്ന് പ്രജ്വൽ രേവണ്ണ ഭീഷണിപ്പെടുത്തി തന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തും ചെയ്തു എന്നാണ് യുവതി പറയുന്നത്. അതിനുശേഷം പലപ്പോഴായി ഇതേ രീതിയിൽ പീഡനം തുടർന്നു എന്നുകൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പരാതിയാണ്, ഔദ്യോഗികമായി തന്നെ രണ്ടാമത്തെ പരാതിയാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും സമാനമായ മറ്റ് നിരവധി പരാതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എത്രത്തോളം ആളുകൾ ഈ ഭയം കാരണം ഇത് പുറത്തു പറയാൻ തയ്യാറാകും എന്നുള്ളതാണ് അറിയേണ്ട കാര്യം. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടരുകയാണ്. മാത്രവുമല്ല ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രജ്വൽ രേവണ്ണ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. മടങ്ങിയെത്തുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. നയതന്ത്ര ഇടപെടലൊക്കെ ആവശ്യപ്പെട്ടിരുന്നല്ലോ, ആ വിഷയങ്ങൾ എന്താ ഈ കേസിൽ? മുഖ്യമന്ത്രിയാണ്, കർണാടക മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് ഒരു കത്തയച്ചത്. കാരണം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ ജർമ്മനിയിലേക്ക് കടന്നത്. അപ്പോൾ ആ പാസ്പോർട്ട് റദ്ദാക്കണമെന്നായിരുന്നു ഇതിൽ ആവശ്യം. പ്രധാനമന്ത്രിക്കാണ് ഈ കത്ത് അയച്ചിരുന്നത്. മാത്രവുമല്ല വിദേശകാര്യ മന്ത്രാലയവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെടണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്, അവിടെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏതായാലും SITക്ക് മുമ്പേ ഹാജരാകാതിരുന്ന പ്രജ്വലിന് വേണ്ടി അഭിഭാഷകൻ എന്ന് വ്യക്തമാക്കിയിരുന്നത് സാവകാശം വേണം എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയുന്നത് ഈ മാസം 15 പ്രജ്വൽ രേവണ്ണ മടങ്ങിയെത്തുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എത്തുന്ന മുറയ്ക്ക് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി, പ്രജ്വലിനെതിരെ വീണ്ടും ഒരു പരാതി ഉയർന്നു. വിവരങ്ങളാണ് ER രാഗേഷ് നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം നാളെ അവസാനിക്കും. ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. 12 സംസ്ഥാനങ്ങളിലെ 94 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗുജറാത്തിലെ 26 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ച പോളിംഗ് നടക്കും. കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിലും ഗോവയിലെ 2 മണ്ഡലങ്ങളിലും മെയ് 7-നാണ് തെരഞ്ഞെടുപ്പ്. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ജ്യോതിരാദിത്യ സിന്ധ്യ, ദിഗ്വിജയ് സിംഗ്, സുപ്രിയ സുലെ, അധീർ രഞ്ജൻ ചൌധരി അടക്കമുള്ള നേതാക്കളാണ് 3ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. കാനഡയിൽ ഖലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകത്തിൽ 3 ഇന്ത്യക്കാർ അറസ്റ്റിൽ. കരൺ ബ്രാർ, കരൺപ്രീത് സിംഗ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് ഇന്ത്യൻ സർക്കാരുമായുള്ള ബന്ധം അന്വേഷിക്കുകയാണെന്ന് കനേഡിയൻ മൗണ്ട് പോലീസ് പറഞ്ഞു. പഞ്ചാബിലെയും ഹരിയാനയിലെയും ക്രിമിനൽ സംഘങ്ങളിൽ അംഗങ്ങളായിരുന്ന ഇവർ 3 വർഷം മുമ്പ് താൽക്കാലിക വിസയിലാണ് കാനഡയിലെത്തിയത്. വിദ്യാർത്ഥി വിസയിൽ എത്തിയെങ്കിലും ഇവർ ഒരിടത്തും പഠനം നടത്തിയതായി വിവരമില്ലെന്നും പോലീസ് അറിയിച്ചു. ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ച ഹർദീപ് സിംഗ് നിജ്ജർ കഴിഞ്ഞ വർഷം ജൂൺ 18-നാണ് വെടിയേറ്റ് മരിച്ചത്. കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധത്തെയും ബാധിച്ചിരുന്നു. ട്രൂഡോയുടെ ആരോപണം അസംബന്ധമെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത്. ജസ്ന തിരോധാന കേസ് തിരുവനന്തപുരം CJM കോടതി ഇന്ന് പരിഗണിക്കും. ജസ്നയുടെ പിതാവ് മുദ്രവെച്ച കവറിൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം കോടതിക്ക് നൽകിയിരുന്നു. തെളിവുകൾ കോടതി പരിശോധിച്ചു. കേസ് ഡയറി ഹാജരാക്കാൻ CBIയോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സുപ്രധാന തെളിവുകൾ CBI വിട്ടുകളഞ്ഞു എന്നാണ് ജസ്നയുടെ പിതാവിന്റെ ആരോപണം. ഹാജരാക്കിയ തെളിവുകൾ CBI നേരത്തെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ തുടരന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് കോടതി വ്യക്തമാക്കി. പിതാവ് പറയുന്ന തരത്തിൽ രക്തം പുരണ്ട വസ്ത്രം ജസ്നയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ല എന്നാണ് CBI നിലപാട്. കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണം തുടരുന്നതിന് തടസ്സമില്ലെന്നും CBI നിലപാട് വ്യക്തമാക്കിയിരുന്നു. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം പ്രീ ഡിഗ്രി കഴിഞ്ഞ തിരുവനന്തപുരം ആക്കുളം ചില്ലുപാലത്തിലെ വിള്ളലിൽ ദുരൂഹതയെന്ന പരാതി. സംഭവത്തിന് പിന്നിൽ സാമൂഹിക ദ്രോഹികളെന്നാണ് ആരോപണം. വട്ടിയൂർക്കാവ് സ്വദേശി രതീഷിന്റെ പരാതിയിൽ ശ്രീകാര്യം പോലീസ് കേസെടുത്തു. ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജാണ്, ഈ ചില്ലുപാലമാണ് പൊട്ടിയതായി പരാതി ഉയരുന്നത്. ഇതിൽ അട്ടിമറി ഉണ്ടെന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പും ഇപ്പോൾ ഉന്നയിക്കുന്നത്. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ ആക്കുളത്തേത്. ഇത് നേരത്തെ ഉദ്ഘാടനം നടത്താൻ തീയതി തീരുമാനിച്ചാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിനാൽ അത് നീട്ടിവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ മുൻവശത്ത് ഗ്ലാസ് പൊട്ടിയതായുള്ള സംശയം ഉയർന്നത്. പിന്നീട് പരിശോധിക്കുമ്പോൾ ഗ്ലാസിൽ വിള്ളൽ വീണിട്ടുണ്ട്. ഇതെങ്ങനെ 1.20 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലമാണ്. അത് ഇങ്ങനെ പൊട്ടിയതിൽ വലിയ അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയർന്നു വരുന്നു. അട്ടിമറി ഉണ്ടെന്ന ആരോപണം
ഇതിന്റെ നടത്തിപ്പുകാർ ഉന്നയിക്കുന്നു. കോഴിക്കോട് NIT ഉൾപ്പെടെയുള്ള സുരക്ഷാ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പാലമാണ് ഇത്തരത്തിൽ പൊട്ടിയതായി ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. നേരത്തെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത് ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലവിലുള്ളതിനാലും അതിനും തൊട്ടുമുമ്പ് കർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതിനാലും ഇതിന്റെ ഉദ്ഘാടനം മാറ്റിവെക്കുകയായിരുന്നു. ഇത് വട്ടിയൂർക്കാവ് യൂത്ത് ബ്രിഗേഡ് സൊസൈറ്റിയാണ് ഇതിന്റെ നടത്തിപ്പുള്ളത്. പാലത്തിലെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ്, അതായത് ഏതാണ്ട് ഈ ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി. ഇവിടെയാണ് ഇതിന്റെ തുടക്കം. അവിടെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. പരിശോധനയുടെ മറ്റു ഭാഗമായി ഫോറൻസിക് പരിശോധന അല്പസമയം മുമ്പ് ഇവിടെ നടന്നിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി ഇവിടെ കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇതിന്റെ കയറുന്ന ഭാഗത്തെ ചില്ലുപാളിയാണ് പൊട്ടിയതായി ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എങ്ങനെ ഇത് പൊട്ടിയെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കനത്ത ചൂടാണ് തലസ്ഥാന ജില്ലയിൽ ഉൾപ്പെടെ, അതിന്റെ ഭാഗമായി പൊട്ടിയതാണെന്ന് പറയുമ്പോഴും അതിന് ശാസ്ത്രീയമായ സ്ഥിരീകരണമില്ല. കാരണം ഈ വലിയ ചൂടിലുമൊക്കെ പൊട്ടാതെ നിൽക്കേണ്ട പാലമാണിത്. അങ്ങനെയുള്ള ഗ്ലാസ്സാണ് ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെയാണ് പൊട്ടലുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയം ഉയരുന്നത്. ഇത് പലതരത്തിലുള്ള ആശങ്കകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. മനഃപൂർവ്വം ആരോ പൊട്ടിച്ചതാണ് എന്ന സംശയമാണ് ഇതിന്റെ നടത്തിപ്പുകാർക്ക് ഈ ഘട്ടത്തിലുള്ളത്. അങ്ങനെയല്ല, സ്വാഭാവികമായി ഇതിന് പൊട്ടലുണ്ടായതാണെങ്കിൽ അതിന്റെ ക്വാളിറ്റി അടക്കമുള്ള ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയം ഉയർന്നു വരും. ഇവിടെ പാലത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമാണ് CCTV ക്യാമറ സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് കാര്യത്തിൽ കൂടുതൽ പരിശോധന നടക്കും. ഈ പൊട്ടിയ ഭാഗം മാറ്റാനായുള്ള നടപടി ഇതിനിടയിൽ ആരംഭിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായാണ് വിനോദസഞ്ചാര വകുപ്പ് ഇത്തരമൊരു ചില്ലുപാലം ആക്കുളത്ത് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ പ്രത്യേകതകളുള്ള, സംസ്ഥാനത്ത് നേരത്തെ ഒന്നും ഉണ്ടാകാത്ത തരത്തിലുള്ളൊരു നിർമ്മിച്ചിട്ടാ തരത്തിലുള്ള ഒരു ചില്ലുപാലമാണിത്. കൃത്രിമ മഞ്ഞും ചാറ്റൽ മഴയും പുറമെ ഈ പാലത്തിലൂടെ നടക്കുമ്പോൾ, ചില്ലുപാലം നടക്കുമ്പോൾ ഇത് പൊട്ടുന്ന ഒരു പ്രതീതി ആളുകൾക്ക് ഉണ്ടാകും. അത്തരത്തിൽ വളരെ ആധുനികമായ തരത്തിലുള്ള, വളരെ സാഹസികമായ തരത്തിലുള്ള ചില്ലുപാലമാണ്. 75 അടി ഉയരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 52 മീറ്റർ നീളമുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ നോക്കിയാൽ ഈ ആക്കുളം കായലും ഈ പ്രദേശത്ത് തലസ്ഥാനത്തിന് ഏതാണ്ട് എല്ലാ പ്രദേശവും കാണാവുന്ന തരത്തിലുള്ള ഒരു പാലമാണ്. കഴിഞ്ഞ ഈ മാസം ഒരു വർഷം മുമ്പാണ് ഈ ടൂറിസം വകുപ്പ് ഈ പാലം നിർമ്മിക്കുന്ന പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ഒരു വർഷം പിന്നിടുന്നു. ഇപ്പോഴും ഈ പാലം നിർമ്മിച്ച് പണി ഏകദേശം പൂർത്തിയായി പറയുമ്പോഴും ആളുകൾക്കായി തുറന്നു കൊടുത്തില്ല. ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപാണ് ഇത്തരത്തിലൊരു അട്ടിമറി സംശയം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിയതോടുകൂടി അട്ടിമറി എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ടൂറിസം വകുപ്പുമൊക്കെ ഉള്ളത്. ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ ഇതിന്റെ യഥാർത്ഥ അവസ്ഥ പുറത്തു വരുമ്പോൾ തന്നെ പ്രതീക്ഷിക്കാം. കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറം പൊന്നാനിയിൽ ഉല്ലാസ ബോട്ട് സർവീസ് മേഖല. കൊടും ചൂടിൽ ബോട്ടിംഗിനായി ആരും എത്തുന്നില്ല. ഇതോടെ തൊഴിലാളികൾക്ക് കൂലി നൽകാനുള്ള പണം പോലും ഇല്ലാതായിരിക്കുകയാണ്. കൊടും ചൂട് സമസ്ത മേഖലയെയും ബാധിച്ചിരിക്കുകയാണ്. അവധിക്കാലവും പെരുന്നാൾ ആഘോഷവുമായിരുന്നു ഉല്ലാസ ബോട്ടുടമകൾ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ബോട്ടിംഗിനിപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എത്തുന്നത്. പൊന്നാനിയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കർമ്മ റോഡിലേക്ക് രാത്രിയോടെയാണ് വിനോദസഞ്ചാരികൾ എത്തുന്നത്. ചൂട് കാരണം പകൽ സമയത്തൊന്നും പുഴയോരത്തേക്ക് ആളെത്തുന്നില്ല. ബോട്ട് സർവീസ് ആണെങ്കിൽ 6:30 അവസാനിപ്പിക്കുകയും വേണം. 1-2 ട്രിപ്പുകൾ മാത്രമേ ബോട്ടുകാർക്ക് ഓടിക്കാൻ കഴിയുന്നുള്ളൂ. കൂലി നൽകാനുള്ള തുക പോലും കിട്ടുന്നില്ലെന്ന് ഉടമകൾ പറയുന്നു. 4 മാസം ഓടിയിട്ട് ഞങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ലക്ഷം രൂപയോളം കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയോളം. സർവീസ് ഇപ്പോൾ സർവേക്ക് വരുന്ന എപ്പോഴും ഫിനിഷിംഗ് ആയിരിക്കണം. അങ്ങനെ ഇതിപ്പോൾ നമ്മളെ ബോട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇത് നമ്മൾ പൈസ ഇങ്ങനെ ഇറക്കി ക്ലിയർ ആക്കിയിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബോട്ടുമ്പോൾ അതിൻ്റെ ക്ഷീണം കാണിക്കുകയും ചെയ്യും. പാസഞ്ചറിന് അതിനനുസരിച്ചുള്ള ക്ലിയർ കണ്ടീഷനിലാക്കി നിർത്തണം ബോട്ട് എപ്പോഴും. അഴിമുഖത്തും സൂര്യാസ്തമയ സമയത്താണ് സഞ്ചാരികൾ എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്കുള്ളതിനാൽ തട്ടുകടക്കാർക്കും ഹോട്ടലുകാർക്കും വലിയ നഷ്ടമില്ല. ന്യൂസ് 18 തിരൂർ. ദേശീയപാതയിൽ കാസർഗോഡ് നീലേശ്വരം കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ പണിത പുതിയ പാലം ഉടൻ ഗതാഗതത്തിനായി തുറക്കും. കൈവരിയുടെ പ്ലാസ്റ്ററിംഗും ടാറിംഗും ദിവസങ്ങൾക്കകം പൂർത്തീകരിക്കും. നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയ പാലത്തിന് 60 വർഷത്തെ പഴക്കമുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ പണിത പാലം 2 ആഴ്ചയ്ക്കകം തുറന്നു നൽകും. 302 മീറ്റർ നീളവും 16 മീറ്റർ വീതിയിലും നിർമ്മിച്ചതാണ് പുതിയ പാലം. പാലത്തിന്റെ കൈവരിയുടെ പ്ലാസ്റ്ററിംഗ് നടന്നുവരികയാണ്.
8 സ്പാനുകളാണ് പുതിയ പാലത്തിലുള്ളത്. ഇരുവശങ്ങളിലുമായി മണ്ണിട്ടുയർത്തി ടാറിംഗ് പ്രവർത്തികളും പുരോഗമിക്കുന്നു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പ്രദേശത്ത് നിർമ്മാണം ഏറ്റെടുത്ത മേഘ എഞ്ചിനീയറിംഗ് കമ്പനി സീനിയർ മാനേജർ കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു. After that, we will start the dismantling of right side existing bridge, and as usual, we will finish the rest of the bridge. പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നു നൽകിയാൽ ഉടൻ തന്നെ നിലവിലുള്ള പഴയ പാലം പൊളിച്ചു മാറ്റും. ഇവിടെ ഒരു പാലം കൂടി നിർമ്മിക്കും. നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയ പാലത്തിന് 60 വർഷത്തിലേറെ പഴക്കമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിലച്ചു. കിണറുകളിലും പുഴകളിലും വെള്ളം വറ്റിയതോടെ വലിയ ആശങ്കയാണ് നാട്ടുകാർക്ക്. മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. പുഴകളും കിണറുകളും അടക്കമുള്ള പല ജലസ്രോതസ്സുകളും വറ്റി. കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ടെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമേ ഇത് തികയുന്നുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. അനധികൃത തടയണകൾ പൊളിച്ചു നീക്കിയതോടെ പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ വേനൽ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ സാധ്യതയുണ്ടെന്നും കുടിവെള്ളത്തിനായി എന്തു ചെയ്യണമെന്നറിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽ രൂക്ഷമായതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളെ ഈ മലയോര മേഖലയിലാകെ ഇപ്പം കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വലിയ രീതിയിൽ രൂക്ഷമായപ്പോൾ നമ്മളെ തോട്ടുമുക്കത്ത് ദേവസംകാട് എന്ന പ്രദേശത്ത് ഇതേപോലെ തന്നെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു 10-50ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ആ കുടിവെള്ള പദ്ധതിയിൽ ഇപ്പം ഈ പുഴയിൽ നിന്നുള്ള വെള്ളം നമ്മളെ മലയിൽ ഒരു 4-5 കിലോമീറ്റർ മുകളിൽ നിന്ന് ഈ വരുന്ന വെള്ളം അവിടെ പല വീടുകളിലും പറമ്പുകൾ നനയ്ക്കാനും അതേപോലെ തന്നെ കോഴി ഫാമുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി കോഴി ഫാമുകളിൽ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഈ പ്രദേശത്തെ കുടിവെള്ള പദ്ധതിയുടെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി രാവിലെ പുഴയിലൂടെ കയറി പുഴയിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കി ഈ പറഞ്ഞ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റുന്ന പൈപ്പുകളൊക്കെ ഞങ്ങൾ അവരുടെ ഉടമകളെ നേരിട്ട് കണ്ട് ഞങ്ങൾ ബോധ്യപ്പെടുത്തി അവരുടെ ഈ പൈപ്പുകളൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞ് അങ്ങനെ കൃത്യമായി അത് ചെയ്ത് ഞങ്ങളെ യുവാക്കളാകെ ഈ പുഴയിലൂടെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം തടസ്സങ്ങളൊക്കെ നീക്കി ഞങ്ങളിപ്പോൾ താഴെ കുടിവെള്ള പദ്ധതിൻ്റെ അടുത്തെത്തിയപ്പം നല്ല രീതിയിൽ വെള്ളം ഒഴുക്കോടുകൂടി ഞങ്ങളെ പദ്ധതിയിലേക്ക് വെള്ളം എത്തുന്നൊരു സംവിധാനം ഉണ്ടായി. തോട്ടിൽ കംപ്ലീറ്റ് പറ്റിപ്പോയി. ഉള്ള മോട്ടറും എല്ലാം അടിച്ച് കരക്ക് കയറ്റുക, വെള്ളം മുഴുവൻ കോഴി ഫാമിലേക്ക് അടിച്ച് കയറ്റുക എന്നുള്ള പണിയായിരുന്നു. അതിപ്പോൾ ഇവിടുത്തെ ദേവസ്വങ്ങളിലെ ചെറുപ്പക്കാരായ ആൾക്കാരെല്ലാവരും കൂടെ കൂടി പനമ്പുലാവ് പാലത്തിൻ്റെ മുകളിൽ മുതൽക്ക് ഇങ്ങോട്ട് വെള്ളം തിരിച്ചുവിട്ട് എല്ലാം ക്ലിയറാക്കി. ന്യൂസ് 18 മുക്കം. കാസർഗോഡും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ്. വോൾട്ടേജ് ക്ഷാമത്തെ തുടർന്ന് ബാവിക്കരയിൽ പമ്പിംഗ് നിലച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. 1 ലക്ഷത്തോളം പേരാണ് കുടിവെള്ളത്തിനായി ജല അതോറിറ്റിയെ ആശ്രയിക്കുന്നത്. ജല അതോറിറ്റിയുടെ ബാവിക്കര പദ്ധതി പ്രദേശത്ത് വോൾട്ടേജ് കുറഞ്ഞതോടെ വൈദ്യുതി മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തതാണ് പമ്പിംഗ് നിർത്തിവെക്കാൻ കാരണം. ഇതോടെ കാസർകോട്ടും പരിസര പഞ്ചായത്തുകളായ മധൂർ, ചെങ്കള, മുളിയാർ, ചെമ്മനാട് പഞ്ചായത്തുകളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ഫെബ്രുവരി മുതൽ പ്രദേശത്ത് വോൾട്ടേജ് ക്ഷാമം നേരിട്ടിരുന്നു. ബാവിക്കരയിലെ പദ്ധതി പ്രദേശത്ത് നിന്നുള്ള വെള്ളം ബാവിക്കര കുന്നിലുള്ള പ്ലാന്റിൽ ശുദ്ധീകരിച്ചാണ് വിദ്യാനഗറിലുള്ള പ്രധാന സംഭരണിയിലെത്തുന്നത്. വേനൽ കടുത്തതോടെ കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടം ഓടുമ്പോഴാണ് ജല അതോറിറ്റി വഴിയുള്ള കുടിവെള്ള വിതരണവും മുടങ്ങിയത്. വോൾട്ടേജ് ക്ഷാമം ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ പമ്പിങ് നടക്കാതിരിക്കുകയും ആ കാരണം പറഞ്ഞ് ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. ഇവിടെ വോൾട്ടേജ് ക്ഷാമമാണ് പറയുന്നത്. ഇനി വോൾട്ടേജ് ക്ഷാമമുള്ളത് കൊണ്ട് പമ്പിങ് നടക്കുന്നില്ല എങ്കിൽ ജനറേറ്റർ സ്ഥാപിച്ച് പമ്പിങ് നടത്തി ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കണം. ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചില്ലെങ്കിൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സർക്കാരും അതുപോലെ തന്നെ ജലവകുപ്പും അടിയന്തരമായി ഇടപെടേണ്ട പ്രശ്നമാണിത്. ഞാൻ ഇന്ന് തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണും മന്ത്രി അടക്കമുള്ള ഉന്നതന്മാരുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തും. കാസർകോട്ടും പരിസര പ്രദേശത്തുമായുള്ള 1 ലക്ഷത്തോളം പേരാണ് കുടിവെള്ളത്തിനായി ജല അതോറിറ്റിയെ ആശ്രയിക്കുന്നത്. വേനൽ ചൂടുകടുത്തതോടെ രാത്രികാലങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിൽ ഉണ്ടായ വൻ വർധനവാണ് വോൾട്ടേജ് ക്ഷാമത്തിന് ഇടയാക്കുന്നതെന്നാണ് KSEB അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 കാസർകോട്.
ചൂട് കാരണം വെള്ളമില്ല എന്നുള്ള വാർത്തകൾക്കിടെ ഒരു നല്ല വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കൊടും ചൂട് പിടിമുറുക്കുമ്പോഴും ജലസമൃദ്ധിയിലാണ് പാലക്കാട് ഓങ്ങല്ലൂർ ചെങ്ങണാംകുന്ന് തടയണ. മുൻകാലങ്ങളിലുള്ളത്ര ജലസംഭരണമില്ലെങ്കിലും വരണ്ടുണങ്ങിയ ഭാരതപ്പുഴയ്ക്ക് ഇത് കുളിർമയാണ്. ഈ റിപ്പോർട്ടോടെ വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള വേനലും ചൂടും കൂടെ ഉഷ്ണതരംഗവും, പുഴകളിൽ രൂക്ഷമായ വരൾച്ച, തടയണകളും ജലസ്രോതസ്സുകളും വറ്റി. കൊടും ചൂടിൽ തളരുന്ന അവസ്ഥയിൽ കുളിർമയുടെ താൽക്കാലിക ആശ്വാസം നൽകുകയാണ് ഓങ്ങല്ലൂർ ചെങ്ങനാംകുന്ന് തടയണ. വലിയ തോതിൽ ജലസംഭരണം ഇല്ലെങ്കിലും വെന്തുരുകുന്ന സാഹചര്യത്തിൽ തടയണയിലെ ഈ ജലസമൃദ്ധി കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്നുണ്ട്. നിലവിൽ 2 അടിയിൽ താഴെ മാത്രമേ ജലസംഭരണമുള്ളൂ. ഷൊർണൂർ ഭാഗത്തേക്ക് 1 കിലോമീറ്ററോളം വെള്ളക്കെട്ടുണ്ട്. എന്നാൽ പട്ടാമ്പി ഭാഗത്തേക്ക് നീർച്ചാലി പോലുമില്ലാത്ത അവസ്ഥയാണ്. ഓങ്ങല്ലൂർ സമഗ്ര കുടിവെള്ള പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നത് ഇവിടെ നിന്നാണ്. നിലവിൽ ഈ വെള്ളമുള്ളതുകൊണ്ട് കുടിവെള്ള വിതരണം നടക്കുന്നുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഈ ജലസമൃദ്ധി എത്ര ദിവസം ഉണ്ടാകുമെന്നുള്ള ആശങ്കയിലാണ് ജനം. വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ കുടിവെള്ള വിതരണം ഉൾപ്പെടെ അവതാളത്തിലാകും. ന്യൂസ് 18 പാലക്കാട്. ഈ കാസർഗോഡൊക്കെ